ഇന്ന് നമുക്ക് നാഗചൈതന്യയും സായി പല്ലവിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന തണ്ടൽ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മത്സ്യബന്ധനം ഉപജീവന മാർഗമായി സ്വീകരിച്ച നായകനും കൂട്ടരും. എന്നാൽ കടലിലേക്ക് പോകുന്നവരിൽ ഒരു നേതാവ് കാണും. ആ നേതാവിനെ തണ്ടൽ എന്നാണ് അറിയപ്പെടുന്നതും. നായകനാണെങ്കിലോ തണ്ടലാകണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹവും. പക്ഷെ നായകനൊരു കാമുകിയുണ്ട്. അവൾക്കാണെങ്കിൽ അതിനോട് വലിയ എതിർപ്പാണ്. അവളുടെ എതിർപ്പ് മറികടന്ന് നായകനാണെങ്കിൽ കടലിലേക്ക് പോകുന്നു. ആ വിവരം അറിഞ്ഞ് നായികയാണെങ്കിലോ മറ്റൊരു വിവാഹവും കഴിക്കാൻ തീരുമാനിക്കും. പക്ഷെ നായിക അങ്ങനെ തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നായികയുടെ വാക്ക് മറികടന്ന് കടലിലേക്ക് പോയ നായകനും പ്രതീക്ഷിക്കാത്ത വിധം ഒരു കാര്യം സംഭവിക്കുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായികയായ സത്യയാണ്. സത്യയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് നല്ല മഴയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കും. അതേസമയം തന്നെ സത്യയുടെ അച്ഛനാണെങ്കിൽ അവിടേക്ക് വരികയാണ്. ഈ സത്യയാണെങ്കിൽ തന്റെ കാമുകനായ രാജുവിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതും. അതും രാജുവിനെ കാത്താണ് ഇരിക്കുന്നതും. എന്നാൽ അതേസമയം കടലിലേക്ക് പോയ രാജുവിന്റെ ബോട്ടാണെങ്കിൽ ഒരു വലിയ തിരമാലയിൽ പെട്ടുപോകുന്നതും കാണിക്കുന്നുണ്ട്. അവിടെ എത്തിയ അച്ഛൻ സത്യയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്കും കൊണ്ടുപോകും. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയം തന്നെ സത്യയാണെങ്കിൽ തന്റെ അച്ഛനോട് തനിക്കൊരു പയ്യനെ ആലോചിക്കുവാനായും പറയുന്നു. അത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ടും കാമുകനോട് അത്രയും പ്രണയമുണ്ടായിട്ടും എന്തിനായിരിക്കും അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാകും. അങ്ങനെ അച്ഛൻ സത്യയ്ക്ക് വേണ്ടി കരുണാകരൻ എന്നൊരു പയ്യനെ കണ്ടെത്തുന്നു. കരുണാകരനാണെങ്കിൽ സത്യയെ കണ്ടതും ഒരുപാട് സന്തോഷം. കാരണം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു സത്യ. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ എങ്ങനെ ഓക്കെ പറഞ്ഞു എന്നാണ് അയാൾ ചിന്തിക്കുന്നതും. സത്യയാണെങ്കിൽ തന്നെ പെണ്ണ് കാണാനേ വന്ന കരുണാകരന്റെ മുഖത്ത് പോലും ഒന്ന് നോക്കുന്നതേയില്ല. ആരെയായാലും താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന മനസ്സിലിരിക്കുകയാണ് സത്യ. അങ്ങനെ ഇരിക്കെ സത്യയ്ക്കാണെങ്കിൽ പയ്യനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൾ അവളുടെ വീടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് കരുണാകരനെയും കൂട്ടിപ്പോകുന്നു. എന്നിട്ട് രാജുവിന്റെ പേര് പറഞ്ഞതും കരുണാകരൻ പറയുന്നത്, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നിന്റെ വീട്ടുകാർ നിന്നെ കൊണ്ട് നിർബന്ധിച്ചാണ് വിവാഹം കഴിപ്പിക്കുന്നതെന്ന്. അത് കേട്ട് സത്യ പറയുന്നത്, ആരും എന്നെ നിർബന്ധിച്ചല്ല വിവാഹം കഴിപ്പിക്കുന്നത്, എന്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാ. പക്ഷെ അതിനു മുൻപ് രാജുവിനെ പറ്റി നിങ്ങൾ അറിയണമെന്നും പറഞ്ഞ് രാജുവിന്റെ കഥ പറയുവാനായും ആരംഭിക്കുന്നു. സത്യയുടെ ഗ്രാമത്തിലുള്ളവരുടെയൊക്കെ ഉപജീവന മാർഗം എന്നത് തന്നെ മത്സ്യബന്ധനമാണ്. അങ്ങനെ മീൻ പിടിക്കുവാൻ പോകുന്ന ആളാണ് ഈ രാജുവും. രാജുവൊക്കെ ബോട്ടിൽ പോവുകയാണ്. അവരുടെ മെയിൻ നേതാവാണ് സിദ്ധ. അപ്പോൾ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ഫോൺ വിളിക്കുവാനോ ഒന്നും തന്നെ പറ്റത്തില്ല. നടുക്കടലിൽ പോയി കഴിഞ്ഞാൽ റേഞ്ചേ കിട്ടത്തില്ല. അങ്ങനെ ബോട്ടിൽ പോകുന്ന സമയത്ത് സത്യയാണെങ്കിൽ രാജുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തിലാണ് റേഞ്ച് കിട്ടിയതും രണ്ടാളും സംസാരിക്കുന്നതും. അതേസമയം തന്നെ രാജുവിന്റെയൊക്കെ ബോട്ട് മോഷ്ടിക്കുവാനായിട്ട് മറ്റൊരു ടീം വരികയാണ്. രാജു ഉടനെ തന്നെ സത്യയോട് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിൽ വന്നവരെയെല്ലാം അടിച്ചൊതുക്കി മീനുമായിട്ട് കരയിലേക്ക് എത്തും. ഇവരുടെയൊക്കെ മീൻ വാങ്ങുന്നത് സേട്ടു എന്നൊരാളാണ്. ഈ സേട്ടു ആണെങ്കിൽ വളരെ തുച്ഛമായ കാശാണ് സിദ്ധയ്ക്ക് കൊടുക്കുന്നതും. സങ്കടത്തോടു കൂടിയാണ് ആ ഒരു കാശ് വാങ്ങി സിദ്ധ വരുന്നതും. കാരണം അവർക്ക് വേറെ വഴിയൊന്നുമില്ല. കടലിൽ നിന്നും വന്ന രാജു ഉടനെ തന്നെ സത്യയെ കാണുവാനായും എത്തി. സത്യ ഇപ്പോൾ അവളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ സത്യ രാജുവിനെയും കൂട്ടി അടുത്തുള്ള ലൈറ്റ് ഹൗസിലേക്കാണ് പോകുന്നതും. ഈ രാജു കടലിൽ പോകുന്ന സമയത്തെല്ലാം ലൈറ്റ് ഹൗസിന് മുകളിലായിട്ട് ഒരു ചുമന്ന തുണി കെട്ടിയിട്ട് പോകും. രാജു കടലിലേക്ക് പോയി എന്നതിന്റെ സൂചനയായിട്ടാണ് ചുമന്ന തുണി കെട്ടിയിട്ട് പോകുന്നതും. സത്യയും കൂട്ടി ലൈറ്റ് ഹൗസിലെത്തിയ രാജു ഉടനെ തന്നെ ആ ചുമന്ന തുണി അഴിച്ചു കളയും. എന്നിട്ട് സത്യയെ കെട്ടിപ്പിടിക്കുകയാണ്. കുറെ നാൾക്ക് ശേഷമാണല്ലോ സത്യയെ കാണുന്നതും. കുറച്ചുനാൾ അവൻ കടലിലായിരുന്നു. അത്രയും നാളും അവൻ സത്യയെ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനം ഒക്കെ നടത്തും. രാജുവിന്റെ വീട്ടില് അവന്റെ അമ്മ മാത്രമാണുള്ളത്. അച്ഛൻ മരിച്ചുപോയി. രാജുവിന്റെ അച്ഛനാണെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തൊരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം രാജുവിനോടും രാജുവിന്റെ അമ്മയോടും മരിച്ചുപോയ അച്ഛനോടുമൊക്കെ വലിയ കാര്യമായിരുന്നു. ഒരിക്കൽ സിദ്ധയാണെങ്കിൽ വളരെ വിഷമിച്ച് മദ്യപിച്ചിരിക്കുകയാണ്. അത് കാണുന്ന രാജു എന്താണ് കാര്യമെന്ന് തിരക്കും. അപ്പോൾ സിദ്ധ പറയുന്നത്, അടുത്ത ഗ്രാമത്തില് മണല് വാരുന്നുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെല്ലാം അവിടേക്ക് ജോലിക്ക് പോയിരിക്കുന്നു. മണല് വാരുന്നത് നമ്മുടെ നാടിനെ തന്നെ ദോഷമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യമെല്ലാം സിദ്ധ രാജുവിനോട് പറയുന്നു. അത് ചോദിക്കുവാനായി ചെന്ന സിദ്ധയെ ഒരുപാട് അവിടെയുള്ളവർ അപമാനിച്ചു വിട്ട കാര്യം രാജുവിനോട് പറയും. അത് കേട്ട് ദേഷ്യം വന്ന രാജുവാണെങ്കിൽ ഉടനെ തന്നെ സിദ്ധയും കൂട്ടി അവിടേക്ക് പോകും. എന്നിട്ട് മണൽ വാരൽ തടയും.
അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കും. എന്നിട്ട് അതിനൊടുവിൽ അവിടേക്ക് ജോലിക്ക് പോയ മത്സ്യത്തൊഴിലാളികളെല്ലാം മണൽ വാരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷത്തെ പറ്റിയൊക്കെ രാജു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കാണുന്ന സിദ്ധയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ രാജുവിനെയും കൂട്ടി തന്റെ നാട്ടിലേക്ക് വന്ന ഉടനെ തന്നെ സിദ്ധ ഒരു കാര്യം അനൗൺസ് ചെയ്യും. എന്തെന്നാൽ അവരുടെ നാട്ടിലെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു നേതാവുണ്ടാകും. ആ നേതാവിനെയാണ് തണ്ടൽ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ തണ്ടൽ ആരാണെന്നാൽ ഇപ്പോൾ സിദ്ധയാണ് തണ്ടൽ. അതുകൊണ്ട് തന്നെ സിദ്ധ പറയുന്നത്, ഞാൻ പുതുതായിട്ട് തണ്ടലിനെ തിരഞ്ഞെടുക്കുവാനായി പോവുകയാണ്. നമ്മുടെ നാടിനു വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത രാജുവാണ് ഇനി മുതൽ തണ്ടൽ എന്ന് പറയുന്നു. അത് കേട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. നമ്മുടെ സത്യയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരു ഉത്സവം പോലെ എല്ലാവരും തണ്ടലായിട്ട് രാജുവിനെയും സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മുടെ നായികയായ സത്യയുടെ കൂട്ടുകാരിയുടെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് സത്യയും എത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരിയെ കണ്ട് വിവരം തിരക്കുകയാണ് സത്യ. അപ്പോൾ കൂട്ടുകാരി പറയുന്നത്, എടി, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമം നിനക്ക് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കാരണം മീൻ പിടിക്കുവാനായിട്ട് നമ്മുടെ ഭർത്താവ് കടലിൽ പോകുന്ന സമയത്ത് ആ ഒരു ആദ്യ വീട്ടിലിരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. കടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ വരിക, അവരെ വിളിച്ചാൽ പോലും കിട്ടത്തില്ല. കുഞ്ഞിനെയും കൊണ്ട് അത്രയ്ക്കും ടെൻഷൻ അടിച്ചാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. അത് നിനക്കിപ്പോൾ മനസ്സിലാകത്തില്ല, കല്യാണം കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ എന്നും കൂട്ടുകാരി സത്യയോട് പറയുന്നു. കൂട്ടുകാരി പറയുന്നത് കേട്ട് സത്യയ്ക്ക് ഒരുപാട് ടെൻഷനായി. എന്നാൽ അന്നേ ദിവസമാണ് തണ്ടലായി സ്ഥാനമേറ്റ രാജുവാണെങ്കിൽ കടലിലേക്ക് പോകുവാനായി റെഡിയാകുന്നതും. ലൈറ്റ് ഹൗസിലെത്തി ചുമന്ന തുണിയൊക്കെ കെട്ടിവെക്കും. അപ്പോഴും സത്യയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. രാജുവിന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെയാണ് അവളുടെ ചിന്ത. കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലുണ്ട്. അങ്ങനെ രാജു കടലിലേക്ക് പോകും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രാജുവിനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. കടലിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും റേഞ്ച് കിട്ടത്തില്ലല്ലോ. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ കൂട്ടുകാരിയുടെ ചേട്ടനാണെങ്കിൽ മീൻ പിടിക്കുവാനായി പോയിട്ട് മരിച്ചാണ് തിരികെ വന്നതും. ആ ഒരു വാർത്ത അറിഞ്ഞ് അത് സത്യയ്ക്ക് താങ്ങാനായില്ല. അവൾക്ക് വല്ലാത്ത ടെൻഷനാകുവാനായി തുടങ്ങി. വീട്ടിലെത്തിയ ഉടനെ തന്നെ സത്യ തന്റെ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛാ, അച്ഛൻ എന്താ കടലിൽ പോകാതെ കരയിൽ തന്നെ പണിയെടുക്കുന്നത്? അതിന് കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊരു കഥ പറയും. അച്ഛൻ പറയുന്നത്, പണ്ട് ഞാനും ഈ രാജുവിനെ പോലെ തന്നെയായിരുന്നു. എന്റെ ആഗ്രഹവും തണ്ടലാവുക എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കടലിലേക്ക് പോയി. ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ കടലിൽ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ തിരികെ വരുന്നത്. അങ്ങനെ ഇരിക്കെ തിരികെ വന്ന സമയത്ത് നമ്മുടെ സത്യയുടെ അമ്മ മരണപ്പെട്ട വാർത്തയാണ് അച്ഛൻ അറിഞ്ഞതും. എവിടെയാണ് അമ്മയെ കുഴിച്ചു മൂടിയത് എന്ന് പോലും അച്ഛൻ അറിയാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ അന്ന് സത്യം നോക്കിയിരുന്നത് മറ്റൊരു സ്ത്രീയായിരുന്നു. അന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി കടലിലേക്ക് പോകില്ല എന്ന്. എന്നിട്ട് കരയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ മകളെ നന്നായി വളർത്തി. ഒരു കുറവും വരുത്താതെയാണ് അവളെ വളർത്തിയതും. അതുകൊണ്ടാണ് ഞാൻ കടലിലേക്ക് പോകാത്തത് എന്നുള്ള കാര്യവും അച്ഛൻ തുറന്നു പറയുന്നു. അതെല്ലാം കേട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് സത്യ. അവൾക്ക് നല്ല ടെൻഷനുണ്ട്, പ്രത്യേകിച്ച് രാജുവിനെ കുറിച്ച് ആലോചിച്ച്. അങ്ങനെ കടലിലേക്ക് പോയ രാജുവാണെങ്കിൽ സേഫ് ആയിട്ട് കരയിലേക്ക് വന്നു. അത് കാണുന്ന സത്യയ്ക്ക് ഒരുപാട് സമാധാനമായി. അവൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയും ഒക്കെ ചെയ്യും. രാജു കടലിൽ പോകുന്നതിൽ അവൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. അത് മനസ്സിലാക്കി രാജുവാണെങ്കിൽ സത്യയുടെ പേടി മാറ്റുവാനായിട്ട് അവൾക്ക് ഒരുപാട് ഡ്രസ്സും ആഹാരവും ഒക്കെ വാങ്ങി നൽകും. എന്നാലും സത്യയുടെ പേടി മാറുന്നതേയില്ല. സത്യ രാജുവിനോട് പറയും, ഇനി നീ ഒരിക്കലും കടലിലേക്ക് പോകരുത്, നീ കരയിൽ ജോലി ചെയ്യണം, നമുക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് ജീവിക്കാം, ഈ കടലിൽ പോകുന്നത് നീ ഉപേക്ഷിക്കണമെന്നും പറയുമ്പോൾ രാജു അതിന് തയ്യാറാകത്തില്ല. എന്നാൽ അവൾ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് രാജു അവൾക്ക് സത്യം ചെയ്തു കൊടുത്തു, ഇനി കടലിലേക്ക് പോകില്ല എന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സത്യ ഒരു കാര്യം അറിയും. ഗുജറാത്തിലെ തുറമുഖത്തിലേക്ക് പോകുവാനായിട്ട് റെഡിയാവുകയാണ് രാജു എന്ന കാര്യം. അത് മനസ്സിലാക്കിയ സത്യ ഉടനെ തന്നെ പോകുവാനായിട്ട് രാജു റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടേക്ക് സത്യയും എത്തും. സത്യ രാജുവിനെ ഒരുപാട് വഴക്ക് പറയും. നിന്നോട് ഞാൻ കടലിലേക്ക് ഇനി പോകരുതെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ ഇതേ പോകുവാനായി ഒരുങ്ങുന്നു, ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്തും രാജു കടലിലേക്ക് പോകുവാനായി എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനായിട്ടും തയ്യാറാകുന്നില്ല. അത് കാണുന്ന സത്യ ചോദിക്കുന്നത്, നിനക്ക് തണ്ടലാകുന്നതാണോ വലുത് അതോ എന്നോടൊപ്പം ജീവിക്കുന്നതാണോ? അത് കേട്ട് അതിന് മറുപടിയായി രാജു പറയുന്നത്, എനിക്ക് തണ്ടലുമാകണം, നിന്നോടൊപ്പം സന്തോഷവുമായിട്ട് ജീവിക്കണം, എനിക്കതാണ് ആഗ്രഹമെന്ന് പറയുമ്പോൾ അത് കേട്ട് സത്യ പറയുന്നത്, നിനക്ക് എന്നേക്കാൾ വലുത് തണ്ടലാവുകയല്ലേ, അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു എന്ന് പറയും. അത് കേട്ടതും അതിന് മറുപടി ഒന്നും കൊടുക്കാത്ത രാജുവിനൊപ്പം പോകുവാനായി റെഡിയായി വന്നവരോടൊപ്പം ട്രെയിനിൽ കയറി ഗുജറാത്തിലേക്ക് പോകും. അതേസമയം രാജുവിനെ ഓർത്ത് സങ്കടപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയാണ് സത്യ. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. തന്നെക്കാൾ വലുത് തണ്ടലാകുന്നതും കടലിൽ പോകുന്നതുമാണ് രാജുവിനെന്ന് മനസ്സിലാക്കി സത്യയാണെങ്കിൽ അങ്ങനെയാണ് മറ്റൊരു വിവാഹത്തിനായും തയ്യാറായത്. ഈ കഥകളെല്ലാം കരുണാകരനോട് പറയുകയാണല്ലോ. അപ്പോൾ കരുണാകരൻ ചോദിക്കുന്നത്, അതുകൊണ്ടാണോ രാജുവിനെ വേണ്ട എന്ന് തീരുമാനിച്ചത്? അപ്പോൾ സത്യ പറയുന്നത്, അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് സമ്മതിച്ചതും, എനിക്കിതിന് ഓക്കെയാണ്.
പിന്നെ രാജു തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് അവനോട് പറയണം, നിനക്ക് തണ്ടലാകുന്നതല്ലേ വലുത്, അപ്പോൾ നിന്നെ വിവാഹം കഴിക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം. എന്നിട്ട് മതി നമ്മുടെ വിവാഹമെന്നും കരുണാകരനോട് പറയുന്നു. അതിന് കരുണാകരൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് രാജുവും ടീമും കടലിലേക്ക് പോയ ബോട്ട് കാണിക്കുന്നു. വലിയ തിരമാലകളിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണ് അവർ. അവരോടൊപ്പം ചെറിയൊരു പയ്യനും ഉണ്ടായിരുന്നു. ഈ പയ്യനാണെങ്കിൽ ബോട്ടിനുള്ളിൽ തലയിടിച്ച് വീഴുകയും ഒക്കെ ചെയ്യും. അവനെ രക്ഷിക്കുന്നതും രാജുവായിരുന്നു. ഇവരോടൊപ്പം മറ്റൊരു ബോട്ടിൽ ഒരു ടീമും കൂടി ഉണ്ടായിരുന്നു. അവരുടെ ബോട്ട് തകർന്ന് അവർ വെള്ളത്തിലേക്ക് പോകും. എന്നാൽ സ്വന്തം ബോട്ടിൽ കയറ് കെട്ടിയിറങ്ങിയ രാജുവാണെങ്കിൽ അവരെ എല്ലാവരെയും രക്ഷിക്കും. അങ്ങനെ ഇവർ മുന്നോട്ട് യാത്രയായി. ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അവർ സഹിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കരയിലായിരുന്ന രാജുവിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ലെറ്റർ വരും. ആ ലെറ്റർ വായിച്ച് അമ്മ ഒരുപാട് സങ്കടപ്പെടും. ആ ലെറ്റർ സത്യയും വായിക്കുകയാണ്. എന്തെന്നാൽ കടലിലേക്ക് പോയ രാജുവിന്റെയും ടീമിന്റെയും ബോട്ട് പാകിസ്ഥാൻ നേവി ഫോഴ്സിന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ നേവി ഫോഴ്സ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്ന വാർത്തയാണ് അമ്മയും സത്യയും അറിഞ്ഞത്. അത് അവർക്ക് താങ്ങാനായും പറ്റിയില്ല. എങ്ങനെയാണ് ഇവർ പാകിസ്ഥാൻ നേവി ഫോഴ്സിന്റെ കയ്യിൽ പെട്ടതെന്നാൽ അന്ന് പോയപ്പോൾ തിരമാലയെപ്പെട്ട് കഷ്ടപ്പെടുകയാണല്ലോ രാജുവും ടീമും. അതേസമയമായിരുന്നു പാകിസ്ഥാൻ നേവി ഫോഴ്സിന്റെ കപ്പൽ അവിടേക്ക് വന്നതും. എന്നാൽ ഈ രാജുവിനെയും ടീമിനെയും കാണുന്ന സമയത്ത് ഇവർ തീവ്രവാദികളാണോ എന്ന സംശയം പാകിസ്ഥാൻ നേവി ഫോഴ്സിന് തോന്നുന്നു. ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കും കൊണ്ടുപോയി. എന്നാൽ ജയിലിൽ വെച്ച് ഒരുപാട് അപമാനങ്ങൾ അവർ നേരിടേണ്ടി വന്നു. ഇന്ത്യയിൽ നിന്ന് വന്ന മത്സ്യത്തൊഴിലാളികളായതിനാൽ പാകിസ്ഥാൻകാർ ഒരുപാട് അവരെ ടോർച്ചർ ചെയ്യും. പാകിസ്ഥാൻ തീവ്രവാദികളുടെ നേതാവ് ഒരാളുണ്ട്. ആ നേതാവ് ഇവരെയെല്ലാം പിടിച്ചു നിർത്തിയിട്ട് ഇന്ത്യയുടെ നാഷണൽ ആന്തം പാടുവാനായി പറയുന്നു. ആ ചെറിയ പയ്യനാണെങ്കിൽ അതുപോലെ അനുസരിക്കും. എന്നാൽ അതേസമയം തന്നെ ആ തീവ്രവാദിയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് എഴുതിയിട്ട് അതിന് മുകളിലായി മൂത്രമൊഴിച്ചു വെക്കുകയും ചെയ്യും. അത് കാണുന്ന നമ്മുടെ നായകനായ രാജുവിന് ഒരുപാട് ദേഷ്യം വരും. അവൻ ഉടനെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് അതിന് മുകളിലായി ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് ആ ഒരു തീവ്രവാദിയെ രൂക്ഷമായി നോക്കുന്നു. അതേസമയമായിരുന്നു ജയിലർ അവിടേക്ക് വന്നതും ഇവരെ എല്ലാവരെയും തന്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും. എന്നിട്ട് ജയിലർ ഇവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? അവരെന്ത് പറഞ്ഞാലും സഹിക്കണം. നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകുവാനുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ആരാ തീവ്രവാദിയെ തുറച്ചു നോക്കിയത് എന്ന് ജയിലർ ചോദിക്കുന്ന സമയത്ത് ദേ രാജുവാ നോക്കിയത്, നമ്മുടെ ടീമിലെ തണ്ടൽ, ഇവനാണ് നമ്മുടെ നേതാവെന്നും സിദ്ധ പറയുന്നു. നേതാവാണ് രാജു എന്ന് കേട്ടതും ജയിലറിന് രാജുവിനോട് നല്ല മതിപ്പ് തോന്നും. കടലിലേക്ക് പോയ 22 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിനെ പറ്റിയൊക്കെ പത്രത്തിൽ വാർത്ത വരികയാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന്റെ ഫോട്ടോയിൽ രാജുവിന്റെ കുടുംബത്തിനൊപ്പം നമ്മുടെ സത്യയെ നിൽക്കുന്നത് രാജു പത്രവാർത്തയിൽ കൂടെ കാണുന്നു. സത്യയുടെ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ് രാജു. മാത്രവുമല്ല രാജുവിന് അവന്റെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു. ആ കത്തെടുത്ത് വായിക്കുന്നതും അത് സത്യ എഴുതിയതാണെന്ന് രാജുവിന് മനസ്സിലായി. മാത്രമല്ല കണ്ണുനീർ തുള്ളികൾ വീണ് അതിലെ മഷിയെല്ലാം പടർന്നിരുന്നു. തന്നെ സത്യ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യം രാജുവിന് മനസ്സിലായി. അതേസമയം തന്നെയായിരുന്നു അവരോടൊപ്പം ഒരു കൊച്ചു പയ്യനില്ലേ, ആ കൊച്ചു പയ്യൻ അവിടെ മയങ്ങിക്കിടക്കുന്നതും രാജു കാണുന്നത്. ആ കൊച്ചു പയ്യനെ ഉപദ്രവിച്ചത് പാകിസ്ഥാൻ തീവ്രവാദികളാണെന്ന് രാജുവിന് മനസ്സിലായി. പക്ഷെ പ്രതികരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് രാജു. മറ്റൊരു വശത്ത് കരയിലാണെങ്കിൽ കടലിലേക്ക് പോയി അകപ്പെട്ടുപോയ 22 മത്സ്യത്തൊഴിലാളികളുടെയും വീട്ടിലാണെങ്കിൽ ആഹാരത്തിനു വേണ്ടി എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. അവരുടെ ആകെ ഉപജീവന മാർഗം എന്തെന്നാൽ കടലിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാശാണല്ലോ. ഇപ്പോൾ ആ ഒരു വരുമാനവും നിലച്ചിരിക്കുന്നു. അത് കാരണം നമ്മുടെ സത്യയാണെങ്കിൽ പ്രതികരിക്കുവാനായും തീരുമാനിച്ചു. സത്യയുടെ മുൻപ് രാജു പറഞ്ഞിട്ടുണ്ട്, ഈ സേട്ടുവിനാണ് അവർ മീനെല്ലാം വിൽക്കുന്നതെന്നും കുറച്ചു കാശ് പിടിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ബാക്കി കാശ് കൊടുക്കൂ എന്നുള്ള കാര്യം സത്യക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു 7 മാസത്തെ കാശ് ഈ സേട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ സത്യയാണെങ്കിൽ കരുണാകരനെയും കൂട്ടി ഗുജറാത്തിലേക്ക് പോകും. എന്നിട്ട് സേട്ടിനോട് കാര്യമെല്ലാം അവതരിപ്പിച്ചു. ഈ 7 മാസത്തെ കാശ് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ 22 കുടുംബത്തിനും ഒരു ഉപകാരമായേനെ എന്ന് സത്യ പറയുമ്പോൾ അതൊന്നും കൊടുക്കുവാനായിട്ട് സേട്ട് തയ്യാറാകുന്നില്ല. സേട്ടിനോട് സത്യ ഒരുപാട് പ്രശ്നമുണ്ടാക്കുമ്പോൾ സേട്ട് പറയുന്നത്, അതെ ഇതെന്റെ സ്ഥലമാ, ഇവിടെ നിന്ന് നിനക്ക് കാശ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് കൊണ്ടുപോയെന്നും സേട്ട് പറയുന്നു. വേറെ വഴിയില്ലാതെ പുറത്തേക്ക് വന്ന സത്യയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരിക്കും. അത് കാണുന്ന കുറെ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ, മോളെ നീ എവിടെ നിന്ന് വരുന്നതാ, എന്താ നിന്റെ പ്രശ്നമെന്നൊക്കെ സത്യയോട് ചോദിക്കും. അങ്ങനെ സത്യ നടന്ന കാര്യങ്ങളെല്ലാം ആ മത്സ്യത്തൊഴിലാളികളോട് തുറന്നു പറയുന്നു. അത് കേട്ടതും സേട്ട് ചെയ്യുന്ന അന്യായം മനസ്സിലാക്കിയ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ സത്യയോടൊപ്പം നിൽക്കുവാനായി തീരുമാനിച്ച് അവിടെ വലിയൊരു പോരാട്ടം നടക്കുന്നു. അത് കാണുന്ന മറ്റു ബിസിനസ് ചെയ്യുന്നവർ സേട്ടിനടുത്തെത്തിയിട്ട്, നിങ്ങൾ എന്ത് പ്രശ്നമായി ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കിതെല്ലാം ഒത്തുതീർപ്പാക്കിക്കൂടെ, ഈ ഒരു ചെറിയ പ്രശ്നം ഇത്രയും വലുതാക്കണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ സേട്ട് വേറെ വഴിയില്ലാതെ 7 മാസം പിടിച്ചു വെച്ചിരുന്ന കാശ് സത്യയെ ഏൽപ്പിക്കും. സത്യ ആ കാശെല്ലാം 22 കുടുംബങ്ങൾക്കും വീതിച്ചു നൽകും. സേട്ടിനോട് പോരാടി സത്യ 22 കുടുംബങ്ങൾക്കും കാശ് വാങ്ങിക്കൊടുത്ത കാര്യം പത്രത്തിലൊക്കെ വാർത്ത വരുന്നു. ഇത് വായിക്കുന്ന ജയിലിൽ കിടക്കുന്ന 22 പേർക്കും ഒരുപാട് സന്തോഷമായി.
അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് 22 മത്സ്യത്തൊഴിലാളികളെയും തിരിച്ചെടുക്കുന്നതിനായിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റിന് ലെറ്റർ അയച്ചു. ഓഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചതും. എന്നാൽ ജമ്മു കാശ്മീരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പാകിസ്ഥാന്റെ പലയിടങ്ങളിലായി പ്രശ്നങ്ങളും ആരംഭിച്ചു. രാജുവിനെയും കൂട്ടരെയും ബസ്സിൽ കൊണ്ടുപോവുകയായിരുന്നു. ആ വണ്ടിയിലുള്ളത് ഇന്ത്യക്കാരാണെന്നറിഞ്ഞ് പാകിസ്ഥാനികൾ പ്രശ്നമുണ്ടാക്കി. ഒരുവിധമാണ് രാജുവിന്റെ കൂട്ടാളികളെല്ലാം രക്ഷിച്ച് വീണ്ടും ജയിലിലേക്ക് എത്തിയത്. അപ്പോൾ ജയിലർ പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടു പോയി കാണുമെന്നാ ഞങ്ങൾ കരുതിയത്. അതിന് മറുപടിയായി രാജു പറഞ്ഞത്, സാർ, ഞങ്ങൾ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകണം. അത് കേട്ട ജയിലറിന് അവരുടെ സത്യസന്ധത മനസ്സിലായി. അവരോടൊരു സ്നേഹമൊക്കെ തോന്നും. അടുത്ത ദിവസവും ആ പാകിസ്ഥാൻ തീവ്രവാദിയാണെങ്കിൽ 22 പേരെയും വല്ലാതെ ദ്രോഹിക്കും. കൂടെയുള്ള ആ ചെറിയ പയ്യനില്ലേ, ഇന്ത്യയുടെ കൊടി ഉയർത്തി സല്യൂട്ട് ചെയ്യുന്നതും കാണുന്ന ആ തീവ്രവാദിക്ക് ആകെ ദേഷ്യം. ആ കുട്ടിയെ ഉപദ്രവിക്കുവാനായി വരുമ്പോൾ രാജു അവരെ തടയുന്നു. ഇത്രയും ദിവസവും അവരെല്ലാം സഹിച്ചല്ലേ അവിടെ നിന്നത്, ഇനി അത് വയ്യെന്ന് ചിന്തിച്ച് രാജു എല്ലാവരെയും തിരിച്ചു തല്ലും. അവിടേക്കെത്തിയ ജയിലറാണെങ്കിൽ രാജുവിനെ ജയിലിലടച്ചു. അതോടുകൂടി ഇവരെ റിലീസ് ചെയ്യുന്നതും അവർ തടഞ്ഞു. വിവരമറിഞ്ഞ സത്യയാണെങ്കിൽ കരുണാകരനെയും കൂട്ടി ഡൽഹിയിലെത്തി. മിനിസ്റ്ററിനെ കാണുവാനായും ശ്രമിച്ചു. പക്ഷെ നടക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ സത്യയുടെ കല്യാണമാണ്. വിവാഹ വേഷത്തിലാണ് സത്യ വീണ്ടും മിനിസ്റ്ററിനെ കാണാനായും എത്തിയത്. ഒടുവിൽ മിനിസ്റ്ററിന്റെ കാറിന് മുന്നിലെത്തി സത്യയോട്, ആരാണ് നീ, ഈ കല്യാണ വേഷത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും. സത്യ പറയും, മാഡം, ഞങ്ങളുടെ നാട്ടിലെ 22 മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിടിയിലായിരിക്കുകയാണ്, അവരെ രക്ഷിക്കണമെന്ന് പറയും. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ച മിനിസ്റ്റർ ആണെങ്കിൽ പാകിസ്ഥാൻ സർക്കാരുമായി സംസാരിച്ച് 22 പേരെയും പുറത്തിറക്കും. അങ്ങനെ അവർ കുറെ നാളുകൾക്ക് ശേഷം ജയിൽ മോചിതരാവുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ചെക്കിംഗ് കഴിഞ്ഞ് എല്ലാവരെയും പുറത്തേക്ക് വിടൂ. എന്നാൽ ചെക്കിംഗ് നടക്കവേ പുറത്ത് സത്യയും കൂട്ടുകാരിയും കരുണാകരനുമുണ്ട്. സത്യയുടെ വിവാഹമായതിനാൽ ഇനി എന്തിനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവളെയും കൂട്ടി നാട്ടിലേക്ക് പോകും. സത്യയ്ക്കാണെങ്കിൽ രാജുവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതെല്ലാം അവൾ മറച്ചുവെച്ചു. എന്നാൽ ചെക്കിങ്ങിൽ 21 പേരെ പുറത്തേക്ക് വിട്ടു. അതിലൊരാളായ ലക്ഷ്മണിനെ പുറത്തുവിട്ടില്ല. അവന്റെ ഡോക്യുമെന്റ്സിൽ എന്തോ പ്രശ്നം. വിവരമറിഞ്ഞ രാജുവാണെങ്കിൽ, ഞാൻ നാട്ടിലേക്കില്ല, 22 പേരുമായി ഞാൻ നാട്ടിലേക്ക് വരൂ എന്ന വാശിയിലാണ് അവൻ അപ്പോഴും. അപ്പോൾ സിദ്ധ പറയുന്നത്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് അവനെ വന്ന് രക്ഷിക്കാമെന്നായിരുന്നു. പക്ഷെ അത് കേൾക്കുവാനായിട്ട് രാജു കൂട്ടാക്കിയില്ല. ലക്ഷ്മണനെയും കൊണ്ടേ പോകൂ എന്ന വാശിയിലാണ് രാജു. എന്നാൽ ഉടനെ തന്നെ സിദ്ധയാണെങ്കിൽ സത്യയുടെ കല്യാണ ലെറ്റർ കാണിച്ചിട്ട്, ദേ നോക്ക്, സത്യയുടെ കല്യാണമായെന്ന് പറയും. അത് കണ്ടതും രാജുവിന്റെ ചങ്ക് തകർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിൽക്കും. പക്ഷെ തീരുമാനത്തിൽ മാറ്റമില്ല. ലക്ഷ്മണനടുത്തേക്ക് ചെന്നിരിക്കുകയാണ് രാജു. ഇവനുമായി ഞാൻ നാട്ടിലേക്ക് പോകൂ എന്ന് തന്നെ പറയും. അതറിഞ്ഞ് ജയിലറിന് രാജുവിനോട് അഭിമാനം തന്നെ തോന്നുന്നു. നീയാണ് യഥാർത്ഥ നേതാവ്, നീയാണ് യഥാർത്ഥ തണ്ടൽ എന്ന് പറഞ്ഞ് അവരെ എത്രയും വേഗം പുറത്തിറക്കാനുള്ള പരിപാടിയെല്ലാം ജയിലർ ആരംഭിച്ചു. ലക്ഷ്മണിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയെ വിവരം അറിയിച്ചു. ഡോക്യുമെന്റ്സ് 12 മണിക്ക് മുൻപ് എത്തണമെന്നും പറയുന്നുണ്ട്. പക്ഷെ 12 മണിക്ക് ശേഷം എത്തിയാൽ ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ ഡോക്യുമെന്റ്സ് എത്തിയത് 12 മണിക്ക് ശേഷവും. ഇനി എന്ത് ചെയ്യുമെന്ന് ജയിലർ ചോദിക്കുമ്പോൾ 11:55 എന്ന് ടൈം ഇട്ട് അവരെ പുറത്തിറക്കാനായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയും. കാരണം അവരുടെ സത്യസന്ധതയും അവരുടെ സ്നേഹവുമെല്ലാം ഇവരെല്ലാവരും മനസ്സിലാക്കിയതാണ്. അങ്ങനെ 2 ആളും പുറത്തിറങ്ങും. അന്നാണ് സത്യയുടെ വിവാഹവും. അപ്പോൾ കരുണാകരനൊപ്പം ട്രെയിനിൽ വന്നിറങ്ങിയ സത്യ നേരെ നോക്കിയത് ലൈറ്റ് ഹൗസിലേക്കാണ്. അവിടെ കെട്ടിയ ചുവന്ന തുണി കാണുന്നില്ല. അപ്പോൾ രാജു വന്നിട്ടുണ്ട് എന്ന കാര്യം സത്യക്ക് മനസ്സിലായി. അവൾ അതെല്ലാം മനസ്സിൽ മറച്ചു വെച്ച് നിൽക്കുകയാണ്. കരുണാകരൻ ചോദിക്കും, തുണി കാണുന്നില്ല അല്ലേ? അവൻ വന്നിട്ടുണ്ട്. നിന്നോടൊപ്പം യാത്ര ചെയ്തപ്പോഴാ അവനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മുടെ വിവാഹമല്ല, നിങ്ങളുടെ 2 പേരുടെയും വിവാഹമാണ്. ഞാൻ അവന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവനെ ഞാൻ വരുത്തിയിട്ടുണ്ട് എന്ന് കരുണാകരൻ പറയുന്നു. അത് കേട്ടതും സത്യക്ക് ഒരുപാട് സന്തോഷമായി. കരുണാകരൻ നല്ലൊരു മനുഷ്യനാണെന്നും അവൾക്ക് മനസ്സിലായി. എന്നാൽ തമാശയ്ക്കാണെങ്കിലും കരുണാകരൻ പറയുന്നത്, എന്നെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിയാലേ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ കാശിങ് തന്നാൽ മതിയെന്ന് പറഞ്ഞ് കരുണാകരൻ ചിരിക്കുന്നു. സത്യയും അത് കേട്ട് ചിരിച്ചുകൊണ്ട് നേരെ ലൈറ്റ് ഹൗസിലേക്ക് എത്തും. അവിടെ അവളെ കാത്ത് രാജു ഉണ്ടായിരുന്നു. 2 ആളും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.